ഫ്രണ്ട്സ്, ഇന്ന് ചുരിദാർ മെറ്റീരിയലിൻ്റെ അസോട്ട കളക്ഷൻസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കോട്ടൺ ഫാബ്രിക്കിലും ക്രഷ്ഡ് മെറ്റീരിയലിലും അതുപോലെ തന്നെ ക്രേപ്പ് ജോർജറ്റ്, അതുപോലെ നമ്മുടെ ഏറ്റവും എൻക്വയറി ഉള്ള റൈറ്റാണ് ബനാറസി ചുരിദാർ മെറ്റീരിയൽസ്. അപ്പോൾ അതിൻ്റെയൊക്കെ കളക്ഷൻസുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഷോപ്പ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ഇടിവെണ്ണയാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ ക്രഷ്ഡ് ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ്. അതിൻ്റെ യോക്ക് പോർഷനാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക്കിലേക്ക് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. അതിനോടുകൂടിയും ഒരു ചെറിയ ക്രഷ് ഫോമിൽ തന്നെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഈ ഒരു സെയിം കളർ വരും, ലെങ്ത്തും വിഡ്ത്തും വരുന്ന ദുപ്പട്ട. അതിൻ്റെയും വൺ സൈഡ് നല്ല റിച്ച് ആയിട്ട് ആ ഒരു യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. സ്കാലപ്പ് വർക്ക് രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു എംബ്രോയ്ഡറി വർക്കും വരുന്നു. ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1295 ആണ്. ഇനി ഇതിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. അടുത്ത ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലേക്കുമാണ് വന്നിരിക്കുന്നത്. നമുക്കല്ല എന്താ പറയുക, നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. യോക്ക് പോർഷൻ ആണെങ്കിലും ഇതുപോലെ ആ ഒരു എംബ്രോയ്ഡറി വർക്ക് എല്ലാം വരുന്നുണ്ട്. ദുപ്പട്ടയും ക്രഷ്ഡ് ഫോമിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്ത് ദുപ്പട്ട ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം ഷാൻഡൂൺ ഫാബ്രിക് പ്ലെയിൻ ആയിട്ട് വരും. പ്രൈസ് വരുന്നത് 1295. അടുത്തത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളത് യെല്ലോയുടെ ഷെയ്ഡാണ്. ഇതും ആ ഒരു സെയിം പാറ്റേൺ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്. ക്രഷ്ഡ് ഫോമിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ബോഡി ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റ്. 1295 റേറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷെയ്ഡ് കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതും ഒരു ലാവൻഡർ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. യോക്ക് പോർഷനിലേക്ക് ഇതുപോലെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. അതേ സെയിം വർക്കുകൾ തന്നെയാണ് ദുപ്പട്ടയുടെ വൺ സൈഡിലേക്ക് വന്നിരിക്കുന്നത്. 1295 റേറ്റ് വന്നിരിക്കുന്നത്. അടുത്ത സെമി ടസർ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ചുരിദാർ മെറ്റീരിയലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് പീച്ച് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. ഇതിൻ്റെ ഔട്ട്ലുക്ക് വരുന്നത് പോലെ ഫ്രണ്ട് പോർഷൻ സ്കാറ്റേഡ് ആയിട്ട് ചെറിയ ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. എംബേരിയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്കും കൂടാതെ ലേസ് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. അതുപോലെ തന്നെ ഫുള്ളി വർക്കോട് കൂടിയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ വെയർ പർപ്പസിലേക്ക് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെറ്റാണ്. നമ്മളെപ്പോഴും കാണുന്ന ആ ഒരു പാറ്റേണിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഹെവി എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ദുപ്പട്ടയുടെയും എൻ പോർഷൻ ലേസ് വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിൻ്റെയും എൻ പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 2199. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് സെമി ടസർ ഫാബ്രിക്കിലേക്ക് തന്നെയാണ്. കുറച്ചുകൂടെ ഡിഫറെൻറ്റ് പാറ്റേണിലേക്കാണ് വരുന്നത്. ഇത് ഒരു പീച്ചിൻ്റെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെയും ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട് ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് പോർഷൻ വരുമ്പോഴത്തേന് ചെറിയൊരു ലേസ് വർക്കിൻ്റെ ഡീറ്റെയിലേക്കാണ് വരുന്നത്. ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ്. ഇതിൻ്റെയൊക്കെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക്കിലേക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. നല്ല നമുക്ക് ഫംഗ്ഷൻ വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പർപ്പസിലേക്കാണ് ഇതിൻ്റെയും ദുപ്പട്ട വന്നിരിക്കുന്നത്. ഫുൾ ആ ദുപ്പട്ടയുടെ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. കൂടാതെ സ്കാലപ്പ് വർക്കും എൻഡ് പോർഷനിലേക്ക് ലേസ് വർക്കും വരുന്നുണ്ട്. ഇതിൻ്റെയും ബോട്ടം വരുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. 2049 ഈ ഒരു ബ്യൂട്ടിഫുൾ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത്. അടുത്തത് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ്. ബേജ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത്. ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല. ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഫ്രണ്ടിലേക്ക് ഫുള്ള് വരും. എൻഡ് പോർഷനിൽ ഇതുപോലെ ലേസ് വർക്ക് വരും. ബോട്ടം പ്ലെയിൻ ആണ്. ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. സ്കാലപ്പ് വർക്കും എംബ്രോയ്ഡറി വർക്കും ചെയ്ത് ഹെവി എംബ്രോയ്ഡറി വർക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. 2049 റേറ്റ് വരുന്നത്. അടുത്തത് നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. സെമി ടസർ ഫാബ്രിക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പോർഷൻ ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഫുൾ പ്ലെയിൻ ആയിട്ടാണ് വരിക. ഇതിൻ്റെയും ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂൺ ഫാബ്രിക് പ്ലെയിൻ വരും. ഇതിൻ്റെ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ടയാണ്. സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ പാറ്റേൺ, ആ ഒരു സിക്സാക് പാറ്റേണും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഹെഡ് പോർഷനിലേക്ക് മറ്റൊരു ഡിസൈൻ പാറ്റേൺ ഒക്കെ ആയിട്ടാണ് വരിക. ടാസിൽസ് അറ്റാച്ച്ഡ് ആണ്. ഔട്ട്ലുക്ക് വരുന്നത് പോലെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1895. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് കാണിക്കുന്നത്. അടുത്തൊരു ഗ്രീൻ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടാണ് ഇതിൻ്റെ ടോപ്പ് വന്നിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിട്ട് വരും. ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ദുപ്പട്ട തന്നെയാണ്. സെമി ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ആ ഒരു സിക്സാക് പാറ്റേൺ ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. എൻഡ് പോർഷനിലാണ് ഈ ഒരു ബോർഡേഴ്സിലേക്ക് മറ്റൊരു ഡിസൈൻ പാറ്റേണുമായിട്ട് വരും. ടാസൽസും അറ്റാച്ച്ഡ് ആണ്. 1895 പ്രൈസ് വരുന്നത്.
അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രേപ്പ് ആണ്. ഇത് നമുക്ക് 4 ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. പാറ്റേൺ സെയിം ആയിട്ട് വരും. ബോട്ടം പ്ലെയിൻ, ദുപ്പട്ട വരുന്നത് അതുപോലെ. റേറ്റ് വരുന്നത് 1895. അടുത്തതിൻ്റെ തന്നെ നേവി ബ്ലൂ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു 4 ഷെയ്ഡിൽ ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ബ്ലൂവിലേക്ക് ആ ഒരു 6 പാറ്റേണിൻ്റെ കോമ്പിനേഷനൊക്കെ വന്നപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. 1895 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. അടുത്ത ഫാബ്രിക് കോട്ടണിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഇതിൻ്റെ ബ്ലാക്കും അതുപോലെ തന്നെ ബ്ലാക്കിൽ എനിക്കൊന്ന് കൂടുതൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കളർ കോമ്പിനേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിരിക്കുന്ന ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലേക്കാണ്. എംബ്രോയ്ഡറി സെയിം കളറിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക്, ഹക്കോബ വർക്കും വരുന്നുണ്ട്. ടോപ്പ് പോർഷനിൽ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഒരു കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്ത് നമ്മളൊരു ഫംഗ്ഷന് പോകാൻ താല്പര്യപ്പെടുന്നവർക്കാണെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ട് പോലും യൂസ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും അതുപോലെ തന്നെ ഹക്കോബ വർക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹെം ഏരിയയിലേക്ക് ഇതുപോലെ ലേസ് വർക്ക് വരുന്നുണ്ട്. ബോട്ടം വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയാണ്. സെയിം കളർ പ്ലെയിൻ ആയിട്ട് വരും. അതിൻ്റെ ഭംഗി കൂട്ടുന്നത് ഇതിൻ്റെ ദുപ്പട്ട തന്നെയാണ്. ഫ്രഷ് പെയിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ഷിഫോൺ ഫാബ്രിക്കിലേക്കാണ് ആ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിലും നല്ല ലെങ്ത് വിട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ആ ഒരു പിങ്കിൻ്റെ കോമ്പിനേഷനിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. ദുപ്പട്ടയുടെയും സൈഡ്സ് ഇതുപോലെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1595 ആണ്. ഇത് നമ്മൾ ബ്ലാക്ക് കളറിലൊക്കെ ചെയ്തപ്പോൾ ഹൈ എൻക്വയറി ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ബേസിക് കളർ എല്ലാത്തിൻ്റെയും ഓഫ് വൈറ്റ് തന്നെയായിരിക്കും. ആ ഒരു യോക്ക് പോർഷനിലെ എംബ്രോയ്ഡറി വർക്കിൻ്റെ കളറിലാണ് ഡിഫറൻസ് വരുന്നത്. ഇത് ഗ്രേ ടോൺ ആണ് കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അക്കോബ വർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എൻ പോർഷനിലേക്ക് ലേസ് വർക്ക് വരും. ദുപ്പട്ടയിലും ബ്രഷ് പെയിൻറ്റിങ്ങുമായിട്ട് വന്നിരിക്കുന്നു. കൂടാതെ ദുപ്പട്ടയുടെയും ബോർഡേഴ്സ് എല്ലാം ഇതുപോലെ ലേസ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. 1595 ആണ് റേറ്റ് വരുന്നത്. അടുത്തതും നല്ലൊരു മെറൂൺ ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻസ് ആണ്. നല്ല ഭംഗിയായിരിക്കട്ടെ ഈ ഒരു സെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് കഴിയുമ്പോൾ. അതിൻ്റെയും ദുപ്പട്ടയും ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ പാറ്റേൺ ആണ് ദുപ്പട്ടയിലേക്ക് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ദുപ്പട്ട. 1595 ആണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഇതിൻ്റെ ഒരു ഷെയ്ഡാണ് ഇവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു ഡാർക്ക് ഗ്രീനും ബ്രൗണിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനിലേക്കാണ് ആ ഒരു യോക്ക് പോർഷനിലെ എംബ്രോയ്ഡറി വർക്ക് വരിക. അതുപോലെ തന്നെ അക്കോബ വർക്കും ലേസ് വർക്കും വരും. യോക്ക് പോർഷനിലെ വർക്കിൻ്റെ ആ ഒരു സെയിം കളറിലേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. റേറ്റ് വരുന്നത് 1595. അടുത്ത് നമുക്ക് ക്രേപ്പ് ജോർജറ്റ് മെറ്റീരിയൽ ഇല്ലാതെ എന്ത് മെറ്റീരിയൽ വീഡിയോ അല്ല, എല്ലാ പ്രാവശ്യത്തെയും വീഡിയോയിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ക്രേപ്പ് ജോർജറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡ്. ഇതിൻ്റെ യോക്ക് പോർഷൻ ഹാൻഡ് വർക്ക് കൊണ്ടാണ്, ഹാൻഡ് എംബ്രോയ്ഡറി കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനോടൊപ്പം ബോട്ടം വന്നിരിക്കുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ദുപ്പട്ടയും ആ ഒരു ബാത്തിക് പ്രിൻ്റ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ്. റേറ്റ് വരുന്നത് 1895. ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റാർഡിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡുകളും ആ ഒരു യോക്ക് പോർഷനിൽ ഹെവി ആയിട്ടാണ് ഹാൻഡ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ദുപ്പട്ടയിലും ബാക്കി പ്രിന്റ് വരുന്നുണ്ട്. റേറ്റ് വരുന്നത് 1895. ഹൈ എൻക്വയറിയുള്ള ഐറ്റംസ് ആയതുകൊണ്ട് ഇതിനൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഹോൾഡിംഗ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല. ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്രോഡക്റ്റ് കിട്ടുക. അടുത്തൊരു ബ്ലൂവിൻ്റെ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ആ ഒരു പിങ്ക് കോമ്പിനേഷനിലേക്കാണ് ആ ഒരു ഹാൻഡ് എംബ്രോയ്ഡറി വന്നിരിക്കുന്നത്. ഒക്കെ നല്ല ഹെവി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫംഗ്ഷൻ വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ബോട്ടം പ്ലെയിൻ വരും. ദുപ്പട്ടയും സെയിം കളറ് ബാത്തിക് പ്രിന്റ്. റേറ്റ് വരുന്നത് 1895. അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രീനാണ്. ഗ്രീനും മസ്റ്റാർഡോടെ ഒരു കോമ്പിനേഷനിലേക്ക് ആ ഒരു മസ്റ്റാർഡ് കളറാണ് ടോപ്പ് പോർഷനിലെ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. ദുപ്പട്ടയിലും ബാത്തിക് പ്രിന്റ് വരുന്നുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ. റേറ്റ് വരുന്നത് 1895. അടുത്ത ഐറ്റം അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആണ് നമ്മുടെ ബനാറസി ചുരിദാർ മെറ്റീരിയൽസ്. ഫംഗ്ഷന് പോകാൻ സാരി കൊടുക്കാൻ താല്പര്യമില്ലാത്ത കസ്റ്റമേഴ്സ് മസ്റ്റ് ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റാണ്. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. അതിലേക്ക് ബനാറസി വീവിങ് ഒരു ലൈൻ പാറ്റേൺ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ലൈൻ ലീവ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു ലീൻ ലുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെം ഏരിയയിൽ ഹെവി ആയിട്ട് ആ ഒരു ബനാറസി വീവിങ് വന്നിട്ടുണ്ട്. ഒരു ആൻറ്റി കളറിലേക്കാണ് ആ ഒരു വീവിങ് പാറ്റേൺ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. ദുപ്പട്ടയിൽ ആ ഒരു ബനാറസിയുടെ കുഞ്ഞു ബുട്ടാസ് വരുന്നുണ്ട്. അതുപോലെ 4 സൈഡ് ബോർഡേഴ്സും ഈ ഒരു ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സെയിം കളർ പ്ലെയിൻ ആയിട്ടാണ്. നല്ല ഭംഗിയുള്ള സെറ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1980 ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ്. ഇതൊക്കെ നമുക്ക് ലിമിറ്റഡ് പീസസ് ആണ്, ഹൈ എൻക്വയറി ഉള്ളതാണ്. അതുകൊണ്ട് വേണ്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അടുത്ത ഷെയ്ഡ് വരുന്നത് ഗ്രീനാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. അതിലേക്ക് ആ ഒരു ലൈൻ പാറ്റേണിൽ ബനാറസി വീവിങ്, അതുപോലെ തന്നെ ഹെം ഏരിയയിലും നല്ല റിച്ച് ആയിട്ട് ബനാറസി വീവിങ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ദുപ്പട്ടയും കുഞ്ഞു കുഞ്ഞു ബുട്ടാസും ആ ഒരു വീവിങ് പാറ്റേണും വരുന്നുണ്ട്. ബോട്ടം പ്ലെയിൻ ആയിരിക്കും. റേറ്റ് വരുന്നത് 1980. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് വൈൻ ടോൺ ആണ്. ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ് ആണെങ്കിലും കളർ ചാർട്ട് ആണെങ്കിലും നല്ല ഭംഗിക്കാട്ടോ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കളറൊക്കെ സെലക്ട് ചെയ്യുക, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. ഇങ്ങനത്തെ ചുരിദാർ മെറ്റീരിയലൊക്കെ നമുക്കൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന ആ ഒരു പേയ്മെൻറ്റ് നമുക്ക് വർത്തായിരിക്കും. കാരണം പിന്നീട് ഒരു പ്രോഗ്രാമിന് അല്ലെങ്കിൽ വേറെ ദിവസങ്ങളിലൊക്കെ ആണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയതാണ്. ആ ഒരു ഫംഗ്ഷൻ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ഒരു ഫംഗ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് യൂസ് ചെയ്യില്ല. അപ്പോൾ നമുക്കതൊരു നഷ്ടമാവാതെ വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാർ മെറ്റീരിയൽസ് ആണ്. നല്ല ഭംഗിക്ക് വരുന്നുണ്ട്. ഔട്ട്ലുക്ക് വരുന്നത് പോലെ. റേറ്റ് വരുന്നത് 1980. അടുത്തൊരു ബ്രിക്കിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന കളർ ചാർട്ടും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട കളേഴ്സ് തന്നെയാണ് കേട്ടോ. എല്ലാം ഒരു ഡാർക്ക് ചാർട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പർപ്പസ് കൊണ്ടിട്ട് നല്ല ഭംഗിക്ക് വരുന്നത്. ബനാറസി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ എപ്പോഴും കൺസെപ്റ്റിൽ ഒരു ഫംഗ്ഷൻ കൺസെപ്റ്റ് ആണല്ലോ. അപ്പോൾ അതിലേക്കാണ് ഈ ഒരു ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ബ്ലൂ ആണ്. ബ്ലൂവും ആൻറ്റി കളറിലേക്ക് ആ ഒരു ബനാറസി വീവിങ്ങും ബുട്ടാസും ഒക്കെ ആയിട്ട് ബുട്ടാസ് ദുപ്പട്ടയിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ്. ഫസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ്. റേറ്റ് വരുന്നത് 1980. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. താങ്ക് യു.